വീടുകളിലും പ്രായമായവരെ അടക്കം വീടുകളിൽ നിന്ന് മാറ്റേണ്ടതായി വന്നിട്ടുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഉറക്കത്തിൽ നിന്നൊക്കെ ചെറിയ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായി. കാരണം രാത്രിയിൽ തോരാതെ പെയ്ത ആ മഴയിലാണ് ഓരോ വീടുകളിലും നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറിയുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. വീട്ടുപകരണങ്ങളടക്കം വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ വീടുകളിൽ കുറച്ച് ദിവസത്തേക്കൂടെ എന്തായാലും കഴിയാനാകില്ല. ആ അവസ്ഥയിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രായമായ ഒരു അമ്മയെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും വളരെ പെട്ടെന്നുണ്ടായ ഈ മഴയിൽ കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അടുത്ത ഒരാഴ്ചക്കാലം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴയുണ്ടാകും. തീരപ്രദേശത്തും മലയോര മേഖലകളിലുമുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഒരു രാത്രി കൊണ്ട് ഇത്രയധികം വെള്ളം വീടുകളിൽ കയറുമെന്ന് വീടുകളിലുള്ളവർ പ്രതീക്ഷിച്ചിരുന്നില്ല. സൂരജ്, വലിയ വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം അവിടെ എന്തെങ്കിലും കുഴിയുണ്ടോ എന്നൊന്നും അറിയില്ല. അമ്മയെ അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുകയാണോ? മറ്റു വീടുകളിൽ നിന്നും ആൾക്കാരെ മാറ്റുന്നുണ്ടോ? വിവരം? ക്രിസ്ത്യൻ എന്തായാലും അമ്മയെ മാറ്റിയിട്ടുണ്ട്. 2 പോലീസുകാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, അതായത് അമ്മയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് അവർക്ക് വേറെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. എല്ലാവരും ചേർന്ന് അമ്മയെ തൊട്ടടുത്ത്, ഇതിന് തൊട്ടപ്പുറത്ത് അശ്വിനി ആശുപത്രിയാണ്, ആ ആശുപത്രിയിലേക്ക് ആ അമ്മയെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ വെള്ളം വലിയ തോതിൽ ഉയരുന്നു എന്നുള്ളതാണ് ക്രിസ്റ്റിന ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇപ്പോൾ ഈ വീടുകളിൽ ഉള്ളവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം അത് പോലീസ് തുടരുന്നുണ്ട്. കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ഈ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാരണം നമ്മൾ ഇവിടെ എത്തുന്ന സമയത്തുണ്ടായിരുന്ന വെള്ളമല്ല ഇപ്പോഴുള്ളത്. വെള്ളം വലിയ രീതിയിൽ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ വീടുകളിലെല്ലാം തന്നെ നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവരും ഈ അസുഖം ബാധിച്ചവരുമൊക്കെയാണ്. അവരെ സംബന്ധിച്ചാണ് വലിയ വെല്ലുവിളി ഉള്ളത്. കാരണം അവർക്ക് സ്വമേധയെ ഇറങ്ങിപ്പോകുന്നതിനോ അല്ലെങ്കിൽ ഇത്രയും വെള്ളമുണ്ട്, ഒരരക്കൊപ്പം വെള്ളമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അവരെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് അവർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെത്തി ഇവരെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. അത് 50-ലധികം വീടുകൾ ഈ മേഖലയിൽ മാത്രം വെള്ളത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസ് സമീപത്തെ ആശുപത്രിയിലേക്കാണ് ഇവരെ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അശ്വിനി ആശുപത്രിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംവിധാനങ്ങൾ കോർപ്പറേഷൻ അധികൃതരാകട്ടെ അവരെല്ലാവരും ഒരുക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം കടകളാണ്. ഈ കടക്കകത്തൊക്കെ വെള്ളം കയറിപ്പോയിരിക്കുന്നു. നിരവധി വീടുകൾ വെള്ളത്തിലായി. അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ആളുകളെ സന്നദ്ധ പ്രവർത്തകരടക്കം എത്തി ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അവിടെ ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഇവരെ എല്ലാവരും, വീടിനകത്തുള്ള ആളുകളെ എല്ലാവരെയും തന്നെ ഇവിടെ നിന്ന് അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. കാരണം വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇടയ്ക്കൊന്ന് ശമിച്ചിരുന്നു, പക്ഷേ വീണ്ടും മഴ ശക്തമാകുന്നു. എന്തായാലും ഈ വീടുകളിലുള്ളവരെ അടിയന്തരമായി ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു.